ഹായ് മക്കളെ, നമ്മളെ CBSE കെമിസ്ട്രിയിലെ ആദ്യത്തെ പാഠത്തിലെ ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് കുഞ്ഞോ ബാലൻസ്ഡ് ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ അല്ലേ? നമുക്ക് ആദ്യം തന്നെ ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിയാലോ? എന്നാ നോക്കിക്കോളി മക്കളെ. കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അമോണിയയുടെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും ഫോർമേഷൻ വെച്ചിട്ടുള്ള ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേടാ? നൈട്രജനും ഹൈഡ്രജനും അല്ലേ അയണിന്റെ പ്രസൻസിലേക്ക് കിട്ടിയപ്പോൾ നമുക്ക് അമോണിയ കിട്ടി അല്ലേ? പക്ഷെ ഇക്വേഷൻ ബാലൻസ് ആണെന്ന് ചോദിച്ചാൽ ബാലൻസ് അല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണടാ, ഇതിനെ ബാലൻസ് ആക്കിയാലോ? നോക്കിക്കോളി മക്കളെ, ഇവിടെ നൈട്രജൻ 2 ഉണ്ടടാ, ഇവിടെ ഹൈഡ്രജൻ എത്ര ഉണ്ട്? അതും 2ആണ്. പക്ഷെ ഇവിടെ നൈട്രജൻ 1, ഇവിടെ ഹൈഡ്രജൻ 3 ഉണ്ട്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യടാ, നൈട്രജനെ ബാലൻസ് ചെയ്തു കേട്ടോ. നോക്കിക്കോ, നൈട്രജനെ ബാലൻസ് ചെയ്തു. ഇവിടെ നൈട്രജൻ 2 ഉണ്ട്, ഇവിടെ നൈട്രജൻ 2 കിട്ടാൻ വേണ്ടി അവിടെ × 2 ചെയ്തു. അപ്പോൾ ഇവിടെ നൈട്രജൻ 2ആയി, ഹൈഡ്രജൻ എത്രയാടാ? 6ആയി. മനസ്സിലായോ? എങ്ങനെ? ഈ 2 × 1 എത്രടാ? 2. ഹൈഡ്രജൻ എത്ര? 2 × 3 എത്ര? 6. അപ്പോൾ നൈട്രജൻ 2, ഹൈഡ്രജൻ 6. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിട്ടോടാ, ഇവിടെ നൈട്രജൻ കുഴപ്പമില്ല, പക്ഷെ ഹൈഡ്രജൻ ഇവിടെ 2 ഉള്ളൂ. നമുക്ക് ഹൈഡ്രജൻ എത്ര ആക്കി മാറ്റണം? 6 ആക്കണ്ടേ? സോ ഇവിടെ എത്ര കൊണ്ട് വേണടാ? 3 കൊണ്ട് വേണം. സോ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഓക്കെ അല്ലേടാ? സോ നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോ. ഹൈഡ്രജനും Cl2 കൂടിച്ച സമയത്ത് HCl കിട്ടി. ഇവിടെ ഹൈഡ്രജൻ 2, ഇവിടെ ക്ലോറിൻ 2, ഇവിടെ നമ്മൾ എന്ത് ചെയ്യടാ? ഒരു ഹൈഡ്രജൻ ഒരു ക്ലോറിൻ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താക്കി മാറ്റണടാ? 2 ആക്കി മാറ്റണം. സോ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഹൈഡ്രജനും 2 ക്ലോറിനും കിട്ടും. ഓക്കെ, സെറ്റ്.